ഡൽഹിയിൽ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്ന് പുലർച്ചെ വന്നിറങ്ങിയ സംഘമാണ് മോഷണത്തിന് ഇറങ്ങിത്തിരിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത ബൈക്ക് മോഷ്ടിച്ച് കമ്പനിപ്പടിയിലെത്തി. അവിടെ നിന്നും യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് ചെങ്ങമനാട് ഭാഗത്തേക്ക് കടന്നു. തുടർന്ന് പാലപ്രശ്ശേരി, മേക്കാട് പ്രദേശങ്ങളിലും മാല പൊട്ടിക്കൽ ആവർത്തിച്ചു. ശേഷം ഇവർ നെടുമ്പാശ്ശേരിയിലെത്തി. അവിടെ വെച്ച് നടത്തിയ മാല പൊട്ടിക്കൽ ശ്രമം പാളി. നഗരത്തിൽ വിവിധയിടങ്ങളിൽ നിന്ന് ഒരേ ദിവസം മാല പൊട്ടിച്ചതറിഞ്ഞതോടെ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സ്ക്വാഡ് നിരത്തിലിറങ്ങി. നിരവധി CCTVകൾ പരിശോധിച്ചു. ഊടുവഴികളിലടക്കം അന്വേഷണം ഊർജിതമാക്കി. ഒടുവിൽ ആലുവ ഭാഗത്തേക്ക് വരികയായിരുന്ന മോഷ്ടാക്കളെ പോലീസ് സംഘം ട്രേസ് ചെയ്തു. പോലീസിനെ കണ്ടതോടെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലായി കള്ളന്മാർ. പ്രതികളെ പോലീസ് പിന്തുടർന്ന തോട്ടക്കാട്ടുകരയിൽ വെച്ച് വളഞ്ഞിട്ട് പിടിച്ചു. പിടികൂടുന്നതിനിടെ കുതിര രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സാഹസികമായി പ്രതികളെ വാഹനത്തിൽ കയറ്റി. ഉത്തർപ്രദേശ് ഫത്താപൂർ സ്വദേശി ആരിഫും ഡൽഹി ശാസ്ത്രി വിഹാർ സ്വദേശി ഫൈസലുമാണ് പട്ടാപ്പകൽ മാലകൾ മോഷ്ടിച്ച വില്ലന്മാർ. രണ്ടിടങ്ങളിൽ നിന്ന് ഇവർ പൊട്ടിച്ചെടുത്തത് മുക്കുവണ്ടങ്ങളായിരുന്നു. മോഷ്ടാക്കളുടെ ബാഗിൽ നിന്ന് കുരുമുളക് സ്പ്രേ, സ്വർണം തൂക്കുന്ന ത്രാസ്, വാഹനങ്ങൾ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ഇവർ പൊട്ടിച്ച സ്വർണവും കണ്ടെടുത്തു. പ്രതികളായ ഇരുവർക്കുമെതിരെ ഡൽഹിയിൽ വധശ്രമം, മാല പൊട്ടിക്കൽ തുടങ്ങി നിരവധി കേസുകളുണ്ട്. ഡൽഹിയിലെ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടവരാണ് ഇരുവരും. രാവിലെ ആലുവയിലെത്തി മാലകൾ പൊട്ടിച്ച് രാത്രി ട്രെയിനിൽ തിരിച്ചു പോകാനായിരുന്നു മോഷ്ടാക്കളുടെ പദ്ധതി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.